ബഹുമാനം നിറഞ്ഞ കണ്ണൂർ രൂപത അഭിമന്യ പിതാവും ഡെന്നിസ് പിതാവും, ബഹുമാനം നിറഞ്ഞ ആന്റണി കുരിശിനിറച്ച, ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ ഞങ്ങളുടെ ഇടവക വികാരി ബഹുമാനം നിറഞ്ഞ ജോസഫ് കൊറ്റിയത്തച്ച, ബഹുമാനം നിറഞ്ഞ ബ്രദർ സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള ചാലി ഇടവകയിലെ ദൈവജനത്തെ, വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ അണിനിരക്കുന്ന എല്ലാ വൈദികർക്കും നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ഹൃദയം നിറഞ്ഞ 1000 ഭാവുകങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ആശംസിക്കുന്നു. വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയെ കുറിച്ച് പറയുമ്പോൾ ഫ്രാൻസിലെ ഒരു കർഷക കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പഠനത്തിൽ വളരെ പിന്നോട്ടായിരുന്ന വിയാനി വൈദികനാകണമെന്നുള്ള അതിയായ ആഗ്രഹത്താൽ അദ്ദേഹം സെമിനാരിയിൽ ചേർന്നു. പക്ഷേ പലപ്പോഴും പഠിക്കുന്നതെല്ലാം മറന്നു പോകുമായിരുന്നു. ലാറ്റിൻ ഭാഷ പഠിച്ചാൽ മാത്രമേ അന്നത്തെ കാലത്ത് വൈദികനാകാൻ സാധിക്കുന്നുള്ളായിരുന്നു. പക്ഷേ വിയാനിക്ക് ഒരിക്കലും അത് സാധിച്ചിരുന്നില്ല. അങ്ങനെ തനിക്ക് പട്ടം കിട്ടുമോ എന്നുവരെ സംശയിച്ചിരിക്കുന്ന സമയത്ത് അന്നത്തെ ജനറൽ അച്ഛൻ പട്ടം കൊടുക്കുവാനായി വന്നപ്പോൾ അന്നത്തെ റെക്ടർ അച്ഛനോട് ചോദിച്ചു, വിയാനിക്ക് പട്ടം കൊടുക്കണോ? പഠനത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഒന്നിനും മറുപടി പറയുന്നില്ല, എല്ലാം തെറ്റാണ് പറയുന്നതെന്ന്. അപ്പോൾ വിയാനിയുടെ റെക്ടർ അച്ഛൻ പറഞ്ഞു, വിയാനി പഠിത്തത്തിൽ പുറകോട്ടായില്ല, പക്ഷേ ദൈവഭക്തിയിൽ വിയാനി ഒന്നാമതാണ് എന്ന്. അങ്ങനെ ആ വാചകം കേട്ടപ്പോൾ ജനറാളച്ചൻ തീരുമാനിക്കുകയാണ്, എന്തായാലും മാതാവിനോടും ഈശോയോടുമുള്ള ഭക്തി നിമിത്തം നമുക്ക് വിയാനിക്ക് പട്ടം കൊടുക്കാമെന്ന്. വലിയ വാക്ചാതുര്യമോ സാമർഥ്യമോ പഠിത്തത്തിൽ ഉന്നത നിലവാരമോ ഒന്നുമില്ലാതിരുന്ന ജോൺ മരിയ വിയാനി ആ ആർട്സിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ എത്തിപ്പെടുകയും അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെയും പാപികളായ ആളുകളെയും മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ഒരുപാട് ആളുകളെ കുമ്പസാര കൂട്ടുകളിൽ പാപമോചന ശുശ്രൂഷ നൽകുകയും ചെയ്ത് അദ്ദേഹം വൈദികരുടെ വിശുദ്ധനായി തീർന്ന വിശുദ്ധ ജോൺ മരിയ വിയാനി. നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇത് സന്തോഷത്തിന്റെ ഒരു ദിനമാണ്. നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനം നിറഞ്ഞ നമ്മുടെ ഡെന്നിസ് പിതാവ്, എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി പരിചയമൊന്നുമില്ല, എങ്കിലും ഞാൻ അദ്ദേഹം ബിഷപ്പായതിനു ശേഷം എപ്പോഴും ഇവിടെ വരികയും കഴിഞ്ഞ പത്രോസിന് പെരുന്നാളിന് ബിഷപ്പ് ഇവിടെ വരികയും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്ഥൈര്യലേപനം എന്ന കൂതാശ നൽകുകയും ഒക്കെ ചെയ്തു. അതിലുപരി അദ്ദേഹം നമുക്കിതിനൊരു പള്ളിമേട അപകടം സംഭവിച്ചപ്പോൾ ബിഷപ്പ് വിളിച്ചന്വേഷിക്കുകയും ഓടി വരികയും ഇന്ന് ദിവ്യബലി അർപ്പിക്കുകയും നമുക്ക് വചന സന്ദേശം നൽകുകയും ചെയ്തു ബിഷപ്പ്. അപ്പോൾ ബിഷപ്പ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇത്രയധികം വൈദികരും സന്യസ്തരും ഒക്കെ ഇരുന്നപ്പോഴും നമ്മുടെ ബിഷപ്പ് തന്നെ മുന്നോട്ട് വന്ന് വിശുദ്ധ കുർബാന കൊടുക്കുവാൻ മുന്നോട്ട് വന്നു. ഇതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ വിനയത്തെയാണ് ഞാൻ കാണുന്നത്. നല്ല സന്തോഷമുള്ള കാര്യമാണ്. വിയാനിയുടെ തിരുനാളിക്ക് അന്ന് തന്നെയാണ് ബിഷപ്പിന്റെ ജന്മദിനവും. തീർച്ചയായും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ദൈവജനത്തിന്റെ പേരിലും അഭിമന്യ ഡെന്നിസ് പിതാവിന് ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവിധ ആയുസ്സും ആരോഗ്യവും ദൈവാനുഗ്രഹവും യേശുനാഥൻ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചാലി ഇടവകയിലെ ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയ വ്യക്തിയാണ് റവറൻഡ് ഫാദർ ജോസഫ് കൊറ്റിയത്തച്ചൻ. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വന്ന സംഗതി, അദ്ദേഹം ദിവ്യബലി അർപ്പിക്കുമ്പോൾ കൈകൾ രണ്ടും കൂപ്പി, ഈ കൈകൾ ഒരിക്കൽ പോലും താഴേക്ക് പോകുകയില്ല, വളരെ ഭക്തിയോടെ വിശുദ്ധ ബലി അർപ്പിക്കുകയും വിശുദ്ധ കുർബാനയിൽ വളരെ സജീവമായി പങ്കെടുക്കുകയും അതിലുപരി അറിയിപ്പുകൾ പറയുമ്പോൾ അദ്ദേഹം ഈ ഇടവകയുടെ രക്ഷാധികാരിയാണ്, എങ്കിൽ പോലും അദ്ദേഹം അറിയിപ്പുകൾ പറയുമ്പോൾ കമാൻഡിംഗ് ആയിട്ട് പറയേണ്ട സംഗതികൾ പോലും വളരെ റിക്വസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം പറയുക, നിങ്ങൾ അത് ചെയ്യണമേ. എപ്പോഴും അതിനെ ഒത്തിരിയധികം ടച്ച് ചെയ്തിട്ടുള്ള സംഗതിയാണ്. അത് ചെയ്യണമേ എന്ന റിക്വസ്റ്റോട് കൂടി പറയുന്ന ഒരു വൈദികൻ അദ്ദേഹത്തിന്റെ എളിമയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. മലയാള ശബ്ദധാരാവലിയിൽ ഒരു വാക്കുണ്ട്, മിതത്വം. ഒന്നിനോടും അമിതമായിട്ടില്ലാത്ത അവസ്ഥ, അത്രയും
വിദഗ്ധമുള്ള വൈദികനാണ് നമ്മുടെ വികാരി അച്ഛൻ. അച്ഛൻ ഈ ഇടവകയിൽ വന്നപ്പോൾ പത്രോസിന്റെ തിരുനാളിന് അധികവും അവിടെയാണ് പാരിഷ് കൗൺസിലാണ് കണക്കുകളൊക്കെ ഇത്രയും കാലം ബോധിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അച്ഛൻ കൃത്യമായി ഇടവക ജനത്തിന്റെ മുമ്പിൽ നിന്ന് തന്റെ കണക്കുകൾ അവതരിപ്പിച്ചപ്പോൾ അച്ഛന്റെ സുതാര്യമായ കൈകളെയാണ് എനിക്ക് കാണുവാൻ സാധിച്ചത്. ഉപദേശക സമിതികളിൽ വിളിച്ചു ചേർത്ത് എല്ലാ ശുശ്രൂഷ സമിതികളെയും വിളിച്ചു ചേർത്ത് തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം താഴേക്കിടയിലുള്ള ആത്മാവിലേക്ക് വിഭജിച്ചു കൊടുക്കുന്നതിന് അദ്ദേഹം എപ്പോഴും ശ്രദ്ധാലുവായി കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെ വന്ന അന്ന് മുതൽ എല്ലാ ഞായറാഴ്ചയും ഏകദേശം 1 മണിക്കൂറോളം വികാരി അച്ഛൻ ചെലവഴിച്ചിട്ടുണ്ട്. ചെലവഴിക്കുന്ന സമയങ്ങളിൽ അച്ഛൻ എപ്പോഴും ഞങ്ങളോട് പറയും, നിങ്ങൾ കുഞ്ഞുങ്ങളെ മുറിവേൽപ്പിക്കരുത്. നിങ്ങൾ കുഞ്ഞുങ്ങളെ മുറിവേൽപ്പിക്കാതെ, മാതാപിതാക്കളെ മുറിവേൽപ്പിക്കാതെ എപ്പോഴും വളരെ സ്നേഹത്തോടും വിനയത്തോടും ഈശോയെ നിങ്ങൾ അവർക്ക് കൊടുക്കണം. അതാണ് നിങ്ങളുടെ ഉദ്യമമെന്ന്. യഥോ രാജാ തഥാ പ്രജ എന്നാണ്. രാജാവ് നന്നാകുമ്പോൾ പ്രജകൾ നന്നാകും. വളരെ നല്ല രാജാക്കന്മാരെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അവസാനമായി ഒരു വാക്കുകൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. വിക്ടർ ഹ്യൂഗോയുടെ വാക്കുകൾ എന്ന് പറയുന്ന നോവലിൽ അൾത്താരയിൽ നിന്നും 70 കാലുകളും വെള്ളി വിളക്കുകളും മോഷ്ടിച്ചു കൊണ്ടുപോയ കള്ളനെ പോലീസുകാർ ബിഷപ്പിന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ, രാത്രിയിൽ കട്ടുകൊണ്ടുപോയ കള്ളന്റെ മുമ്പിൽ പോലീസുകാർ ചോദ്യം ചെയ്തപ്പോൾ ബിഷപ്പ് പറഞ്ഞു, ഈ 70 കാലുകളും വിളക്കുകളും ഞാൻ ആ കള്ളന് കൊടുത്തതാണ് എന്ന്. വിക്ടർ ഹ്യൂഗോ അവസാനം നോവലിന്റെ അവസാനം ഇങ്ങനെ എഴുതി വെക്കുന്നു, ഇതായിരിക്കണം സഭയും സഭയിലെ വൈദികരുമെന്ന്. പ്രിയമുള്ളവരെ, വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവജനമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്ന കാര്യം, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുടുംബങ്ങളെ ഒക്കെ വിട്ട് ദൈവത്തിന് വേണ്ടി പ്രേക്ഷിത വേല ചെയ്യുന്ന ഇവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ കൂടെ ആയിരിക്കാം. നമ്മളാൽ പറ്റുന്ന നന്മകൾ ചെയ്ത് ഒരുമിച്ച് കൂട്ടായ്മയോടെ ജോസഫ് അച്ഛനോട് ചേർന്ന് നിന്ന് നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് ഒരുമയോടെ നിന്ന് പ്രവർത്തിക്കാം. എനിക്കിങ്ങനൊരു അവസരം തന്ന കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിന് നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ എളിയ വാക്കുകൾ ശ്രമിച്ച് നിങ്ങൾക്ക് ഓരോരുത്തരുടെ